ടൊയോട്ടയുടെ ഹൈക്രോസ് വാഹനം നിങ്ങൾക്ക് പുതിയൊരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ 6 മന്ത് മുതൽ 1 ഇയർ വരെയാണ് ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ടൊയോട്ട ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു യൂസറിലേക്ക് ഒരു ടൊയോട്ട ഹൈക്രോസ് വാഹനം വന്നിട്ടുണ്ട്. ജസ്റ്റ് 6 മാസം ആവുന്നൊരു TP രജിസ്ട്രേഷനിൽ റൺ ചെയ്യുന്നൊരു വാഹനം. കഴിഞ്ഞ 24/11 മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള TP രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈക്രോസിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ആയിട്ടുള്ള ZX എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആർക്കെങ്കിലൊക്കെ ഹൈക്രോസ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസർ വാഹനം എടുക്കില്ലാതെ വേറെ വഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ 6 മന്ത് മുതൽ 1 ഇയർ വരെ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കണം. അപ്പോൾ ഈ ഒരു ZX എന്ന വാഹനത്തിന് ഹൈക്രോസിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ളതിനെ പറ്റിയുള്ള ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ZX ഹൈക്രോസ് ഏറ്റവും ടോപ്പിൻ്റെ ഹൈക്രോസ് പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ഫ്രണ്ടിലായ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്രണ്ടിൽ നിന്ന് വ്യൂ ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഒരു അഗ്രഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്. പെട്ടെന്ന് ഈ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ടാക്സി വാഹനമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. കാരണം ടാക്സി വാഹനങ്ങൾക്കാണല്ലോ യെല്ലോ പ്ലേറ്റ് വരാറ്. ഇത് ടെമ്പററി രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ റെഡിൽ ഈ നമ്പർ പ്ലേറ്റ് നിൽക്കുന്നത്. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഹൈ ബീം ആയിട്ടുള്ള ഒരു അടിപൊളി ഹെഡ്ലൈറ്റ് ഡിസൈൻ പാറ്റേൺ പോയിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫോഗ്രാമിൻ്റെ സ്പേസ് ഇതിന് വന്നിട്ടില്ല, പക്ഷേ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കിടക്കുന്നതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് തന്നെ. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇന്നോവേറ്റീവ് ഏകദേശം നമുക്ക് ആ ഒരു ഇന്നോവൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ ആ ഒരു സ്ട്രക്ചർ പോയിട്ടുള്ളത്. ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് ക്രോം ഫിറ്റിംഗ്സും ക്രോം എലമെന്റ്സ് ഒക്കെ വന്നുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക് അതിമനോഹരമായിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ബമ്പറിലെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്കേർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഒരു അടിപൊളി ഒരു ഏറ്റവും ന്യൂജൻ വാഹനങ്ങൾ കണ്ടുവരുന്ന എല്ലാ ഐറ്റംസ് ഫീച്ചേഴ്സും കാര്യങ്ങളും ആ ഒരു ഡിസൈൻ മോഡലും ഈ ഒരു വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നേരെ ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഭാഗത്താണ് ഫീച്ചേഴ്സുകൾ, ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈവൻ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതേപോലെ ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈവൻ ഫോർച്യൂണറിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറായ സൺറൂഫ് എന്നോ പനോരമിക് സൺറൂഫ്, ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു സൺറൂഫ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഗിയറിന്റെ പൊസിഷൻ ഡാഷ്ബോർഡിന്റെ ഭാഗത്തേക്ക് കയറിയെന്നാണ് ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ്. മാത്രമല്ല ഈ ഒരു വാഹനം ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു വാഹനം എത്ര നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ ഈ പവർ ബട്ടൺ നോക്കുന്നു, പക്ഷേ വാഹനത്തിന്റെ ഒരു സൗണ്ടോ എഞ്ചിൻ സൗണ്ടോ ഒന്നും കാണുന്നില്ല. പക്ഷേ റെഡി എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓഫാക്കുന്നു, ഓണാക്കുന്നു എന്നല്ലാതെ വാഹനം പക്ക സൈലന്റ്. ഒരു EV വാഹനം എങ്ങനെയാണോ അതേപോലെ ഈ ഒരു വാഹനം നിൽക്കുന്നു. കാര്യം വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇത് ഫസ്റ്റ് ഈ ബാറ്ററിയിലാണ് വാഹനം സ്റ്റാർട്ട് ആവുന്നത്. ആ സമയത്ത് തന്നെ AC കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെറുതെ വാഹനത്തിൽ എഞ്ചിൻ സൗണ്ട് ഒന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ഗിയറിലിട്ട് കണ്ടു ഡ്രൈവിൽ ഒരു ആക്സിലേറ്റർ കൊടുത്തേക്കിന് വാഹനം മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഹൈബ്രിഡ് വാഹനം ആയതുകൊണ്ട് എഞ്ചിന് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബാറ്ററിക്ക് ചാർജ് വേണ്ട സമയത്ത് മാത്രമേ ഈ ഒരു എഞ്ചിൻ വർക്ക് ആവുന്നുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഒരു 15 കിലോമീറ്റർ നമുക്ക് ആവറേജ് പെട്രോൾ എഞ്ചിൽ ഇത്രയും വലിയൊരു 7 സീറ്റ് വാഹനത്തിന് മൈലേജ് കിട്ടുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഫീച്ചേഴ്സിലേക്ക് കിടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് നേരെ ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ JBLന്റെ ഒരു അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെതറിന്റെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ലെതറിന്റെ ആ ഒരു രണ്ടിൻ്റെ കളർ കോമ്പിനേഷനിൽ ആ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ആ ഒരു ഡാഷ്ബോർഡ് നല്ല അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റർ സീറ്റിന്റെ സ്വിച്ചസ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റിയർ AC അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റിയറിന്റെ ACയുടെ പിന്നെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ ടൈപ്പ് സ്റ്റിയറിംഗ് അല്ല ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രൂസ് കൺട്രോളും തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ലെയിൻ അസിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ന്യൂജൻ വാഹനങ്ങളിൽ വരുന്ന ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫ്രണ്ട് പോർഷനിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പോരായ്മ തോന്നിയതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ വയർലെസ് ചാർജറിന്റെ പൊസിഷൻ എവിടെയും കാണാനില്ല. ഇതിനകത്ത് വേറെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം ആ ഒരു പിന്നെ പോരായ്മ മാത്രം ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. വയർലെസ് ചാർജറിന്റെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ടെയിൽ ഗേറ്റിന്റെ സ്വിച്ചസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗിന് കൊണ്ട് 6 അല്ലെങ്കിൽ 8 പിന്നെ എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ മാത്രമല്ല സീറ്റിന്റെ മെമ്മറി ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. 1, 2 എന്നുള്ള മെമ്മറി ഫംഗ്ഷൻസ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി ഈ ഒരു ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് താഴ്ത്താനും പൊക്കാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. ഡിക്ലൈൻ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബൂട്ട് ടെയിൽ ഗേറ്റിന്റെ സ്വിച്ചസ്, ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൺറൂഫിന്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. JBL നല്ല അടിപൊളി ട്യൂട്ടർ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. JBLന്റെ മ്യൂസിക് സിസ്റ്റം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയാൽ ഈ 360 ക്യാമറ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രത്തോളം ഒരു ക്ലാരിറ്റി ആയിട്ട് തോന്നിയില്ല. ആ ഒരു ഇത്രയും വലിയൊരു വാഹനത്തിന് വേണ്ട ആ ഒരു ക്വാളിറ്റി ഈ ഒരു ക്യാമറ കിട്ടുന്നില്ല എന്നൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ മാത്രമല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം JBL സിസ്റ്റം കൊടുത്ത സമയത്ത് ഒന്നും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു സജഷൻ. പിന്നെ മൊത്തത്തിൽ ഈ ഒരു കോക്പിറ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി ഓവറോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് പറഞ്ഞു. പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റന്റ് നമ്മുടെ വാഹനം നമ്മൾ ഒരു ലൈനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബൈ ചാൻസ് ലൈന് മാറിക്കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കലി ആ ലൈനിലേക്ക്
ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇക്കോ EV എന്നുള്ള ടൈപ്പ് ആയിരുന്നു. ഇപ്പോൾ വാഹനം ഓഫായി, എഞ്ചിൻ ഓഫായി, പക്ഷേ AC കാര്യങ്ങളൊന്നും ഓഫായിട്ടില്ല. കാരണം ഇതിൻ്റെ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിന്നെ AC കംപ്രസറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഹനം ഓഫായി കഴിഞ്ഞാൽ പോലും നമുക്ക് AC കാര്യങ്ങളെല്ലാം നല്ല കൂളായിട്ട് കിട്ടുന്നുണ്ട്. ഫ്യൂൽ കൺസംഷൻ വളരെ കുറവായിരിക്കും, അതേപോലെ തന്നെ മൈലേജ് കൂടുന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇത്രയൊക്കെയാണ് ഈ കോക്പിറ്റ് സീറ്റിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ഡോർ പാഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ അതേ ലെതർ ഫിനിഷിംഗ് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ഡുവൽ ടോണിൽ ആ ഒരു ബീജിൻ്റെയും ബ്ലാക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ അതിനിടയിൽ ഒരു സിൽവർ ലൈനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഈ ഒരു ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നേരെ ബാക്ക് റോക്ക് കിടക്കുകയാണെങ്കിൽ മിഡിൽ റോക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മിഡിൽ റോക്ക് കയറാണ്. ഇതിനകത്ത് നമ്മൾ വാഹനങ്ങളൊന്നും സാധാരണ കാണാത്ത ഒരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിൽ നമ്മുടെ ഈ സീറ്റ് ഡിക്ലൈൻ ചെയ്യാനാണ് ഇത്തരത്തിലുള്ള സ്വിച്ച് നമ്മൾ എല്ലാ വാഹനങ്ങളും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഇത് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് പുറകോട്ടും മുന്നോട്ടും പോകാനുള്ള സ്വിച്ചസ് ആയിട്ടാണ് ഈ ഹൈ ക്രോസിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ സീറ്റ് ഡിക്ലൈൻ ചെയ്യാനുള്ള സ്വിച്ച് ഇലക്ട്രോണിക്കൽ സ്വിച്ചാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നു, അതേപോലെ ബാക്കിലേക്ക് നമുക്ക് ഇങ്ങനെ ചാരി നിന്ന് സുഖമായിട്ട് ചാരിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് താഴ്ത്താനും പൊക്കാനും, അതായത് നമ്മുടെ കാലിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന ഒരു സീറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വരും. പക്ഷേ എന്നെ പോലത്തെ ഹൈറ്റുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കംഫർട്ടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എൻ്റെ കാല് ഇത്രയും പിന്നെ പൊക്കിയപ്പോഴേക്കും ഇവിടെ തട്ടാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ ഇത് സീറ്റ് ബാക്കിലേക്ക് ഇടാനത് മാക്സിമം സീറ്റ് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി കംഫർട്ടായിട്ട് നമുക്ക് സീറ്റൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കടന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഹൈറ്റും വെയിറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എത്രത്തോളം കംഫർട്ട് കിട്ടും എന്നുള്ളതിനെ പറ്റി ചോദിക്കേണ്ടതുണ്ട്. പിന്നെ ആ ഒരു മിഡിൽ റോന്റെ സീറ്റിന്റെ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നല്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് വളരെ ഹാൻഡ് റെസ്റ്റിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ വളരെ തിക്നെസ് വളരെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പിന്നെ അതേപോലെ ആ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റിന്റെ ആ ഒരു പിന്നെ നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി തിക്നെസ് ആയിരുന്നു. ഈവൻ ലെതറൊക്കെ കൊടുത്ത സമയത്ത് ആ ഒരു തിക്നെസ് ഒക്കെ ഒന്നും കൂടി കൂട്ടാമായിരുന്നു, കുഷൻ ഒന്നുകൂടി കൂട്ടാമായിരുന്നു. ഏറ്റവും തേർഡ് റോക്ക് നോക്കുകയാണെങ്കിൽ സ്പേസ് ഇല്ലാന്ന് തന്നെ പറയാം, തീരെ സ്പേസില്ല. കാരണം ഏറ്റവും ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ സൺറൂഫിന്റെ ആ ഒരു പിന്നെ സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ ചെറിയൊരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ സീറ്റിൻ്റെ അതേപോലെ ഈ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഹോൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കുറച്ച് ഈ ഒരു ഹൈക്രോസ് ഇത്രയും എമൗണ്ടിൻ്റെ ഒരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ക്വാളിറ്റി ഒന്നും കൂടി ഒരു ആൾട്ടോ 800 അല്ലെങ്കിൽ അത്തരം ചെറിയ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സജഷൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ഗ്ലാസ് കർട്ടനും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ സാധാരണ ഒരു 7 സീറ്റ് വാഹനം എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹൈക്രോസ് ഇന്നോവ ഹൈക്രോസ് എന്ന വാഹനം. ഏത് വാഹനം എടുക്കുകയാണെങ്കിലും അതിൽ നെഗറ്റീവും പോസിറ്റീവ് വശങ്ങളുണ്ടാവും. എന്തായാലും എല്ലാം തകഞ്ഞിട്ടൊരു വാഹനം നമുക്ക് നിരത്തുകൾ കിട്ടില്ല. ഇതിന് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ പക്കയാണ്, നല്ല റൈഡിങ് കംഫർട്ട് ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന വാഹനമാണ്, മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള വാഹനമാണ്. അങ്ങനെ ഒത്തിരി യൂണീക്നെസ് പോയിന്റ്സുകൾ അതേപോലെ പോസിറ്റീവ് വശങ്ങളും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ആരെങ്കിലൊക്കെ ഹൈക്രോസ് വാഹനങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്കും വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത് 40+ ആണ് ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.